ഇരുവരുടെയും വിവാഹത്തിൽ പങ്കെടുത്ത വ്യക്തി എന്ന നിലയിൽ ഈ വാർത്ത തന്നെ ഞെട്ടിച്ചുവെന്നും ഇക്കാര്യം നേരിട്ട് സംസാരിച്ചപ്പോൾ ആരെയും കുറ്റപ്പെടുത്താനില്ല എന്നായിരുന്നു അഖിലിന്റെ പ്രതികരണമെന്നും സായ് കൃഷ്ണ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞു. ഈ വിഷയം കുറച്ചു കടുത്തതാണ്, പക്ഷെ കുറച്ചു കാര്യങ്ങൾ സംസാരിക്കണം. ഇതൊക്കെ ആരുടെ ജീവിതത്തിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ്. അഖിൽ എൻ.ആർ.ഡിയുടെ ഭാര്യ ഒളിച്ചോടിപ്പോയി. ഞാൻ ഇവരുടെ വിവാഹത്തിന് പോയ ഒരാളാണ്. 2021 മുതലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സൗഹൃദ ബന്ധവും അഖിലുമായി കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഈ വാർത്ത കേട്ട സമയത്ത് വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു. അഖിൽ എൻ.ആർ.ഡി അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളായിരുന്നില്ല വ്ലോഗായി ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ വീഡിയോസ് ഒരുപാട് നാളായി കാണുന്നുമുണ്ടായിരുന്നു. എന്നാൽ കണ്ടാൽ നല്ലൊരു ദമ്പതികൾ. ഈ വീഡിയോ എടുക്കുന്നതിന് മുൻപും ഞാൻ അഖിലിനെ വിളിച്ച് സംസാരിച്ചിരുന്നു. ഓക്കെ ആയിരിക്കുക എന്നല്ലാതെ ഈ വിഷയത്തിൽ വേറൊന്നും പറയാനില്ല. അഖിൽ ആരെയും കുറ്റപ്പെടുത്തില്ല. അതാണ് അവന്റെ ക്യാരക്ടർ. ഈ കേസിലും അഖിലിന് പറയാനുള്ളത് പോയത് പോയി, കഴിഞ്ഞത് കഴിഞ്ഞു എന്നതാണ്. എൻ്റെ ഒരു അവസ്ഥ, ഇങ്ങനെ ഒരു പ്രൊഫൈലാണ് എൻ്റേത്. വീഡിയോ ചെയ്യുക എന്നതാണ് എൻ്റെ ജോലി. വീഡിയോ ചെയ്തേ തീരൂ. അത് അവനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഖിലിന്റെ കേസ് സോഷ്യൽ മീഡിയയിൽ ആദ്യം കണ്ടത് ആരുടെയും പേര് പറയാതെ ഒരു പോസ്റ്റ് ആയിരുന്നു. അത് കണ്ട സമയത്ത് ആരെക്കുറിച്ചാണെന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ കമന്റ് ബോക്സിൽ അഖിലിന്റെ പേര് പലരും പറയുന്നുണ്ടായിരുന്നു. രാത്രിയായപ്പോൾ അഖിലിന്റെ അടുത്തു നിന്നുള്ള ആളുകൾ എനിക്ക് വോയിസ് നോട്ടായി പലതും അയച്ചു. അവർക്കൊക്കെ ഇത് ആഘോഷമായിരുന്നു. ഒരാളുടെ ജീവിതം തകരുമ്പോഴും ഒരുത്തന്റെ ഭാര്യ ഒളിച്ചോടുമ്പോഴുമുള്ള സന്തോഷം. ഈ നാട്ടുകാർ ചിന്തിക്കണ്ടേ, ഇവർക്കും ജീവിതത്തിൽ നാളെ ഇതുപോലെ സംഭവിച്ചാലോ എന്ന്. സോഷ്യൽ മീഡിയയിൽ പരിചിതമായ മുഖങ്ങളായതുകൊണ്ട് ഇവരുടെ ഒളിച്ചോട്ടവും പ്രശ്നങ്ങളും കുറച്ച് പക്വതയോടെ ഈ വീഡിയോ ചെയ്യുന്നവരൊക്കെ എടുക്കണം. വലിയൊരു ആൾക്കൂട്ടത്തിലേക്ക് വരാൻ മടിയുള്ള ക്യാരക്ടറാണ് അഖിൽ എൻ.ആർ.ഡി. അവൻ അത്ര ലൗഡ് അല്ല. അങ്ങനെയുള്ള വ്യക്തികൾ നമ്മളെപ്പോലെ എല്ലാം തുറന്നു പറയണമെന്നുമില്ല. അതുപോലുള്ള ഒരു മനുഷ്യന് ഇത്തരം കാര്യം സംഭവിക്കുമ്പോൾ അത് എത്രത്തോളം അവരെ ബാധിക്കുമെന്ന് നമുക്കറിയാമല്ലോ. CCTV ഫുട്ടേജ് ആരൊക്കെയോ എടുത്ത് പുറത്തുവിടുന്നു. അവള് അവളുടെ ഇഷ്ടമുള്ള ആളുടെ കൂടെ ഒളിച്ചോടിപ്പോയി. അഖിൽ എൻ.ആർ.ഡിക്ക് എന്തോ പ്രശ്നമുള്ള രീതിയിലാണ് ഇപ്പോൾ ചർച്ച. പോലീസ് സ്റ്റേഷനിൽ ഈ കുട്ടി മൊഴി കൊടുത്തിരിക്കുന്നത് അഖിലിന് വേറെ കുറച്ച് ബന്ധങ്ങൾ ഉണ്ടെന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത്. ഈ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തിയും കമന്റുകൾ വരുന്നുണ്ട്. അതിൽ കൂടുതൽ ആളുകളും അഖിലിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. അവർ വളരെ സന്തോഷത്തോടെ ജീവിച്ചവരാണ്, സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ്. ഈ കുട്ടിയുടെ വീടും അഖിലിന്റെ വീടും അടുത്തായിരുന്നു. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടാണ് പ്രണയത്തിലാകുന്നത്. അങ്ങനെ വീട്ടുകാർ വഴി സംസാരിച്ച് വിവാഹം കഴിച്ചു. ഒരു സോഷ്യൽ മീഡിയയിലും ഭാര്യയെക്കുറിച്ച് മോശം പറഞ്ഞിട്ടില്ല. ആ കുട്ടിയും അങ്ങനെ തന്നെയായിരുന്നു. മനുഷ്യരാണ്, യഥാർത്ഥ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഈ വിഷയം അറിഞ്ഞ ശേഷം ഞാൻ അഖിലിനെ വിളിച്ച് ഒരുപാട് ആശ്വസിപ്പിച്ചിരുന്നു. പക്ഷെ അവനോട് ബഹുമാനം തോന്നുന്ന കാര്യമുണ്ട്. സംസാരിക്കുന്നവർ സംസാരിക്കട്ടെ, പക്ഷെ അവളെ ഒന്നും പറയരുത്. അവൾ ചെയ്യാനുള്ളത് അവൾ ചെയ്തു. അവൾക്ക് അതാകും ശരിയായി തോന്നിയത്. ഇത്രയും വർഷം പ്രണയിച്ച ഒരാളെ വെറുതെയെങ്കിലും ആളുകൾ കുറ്റം പറയുന്നത് കേൾക്കാനായി സോഷ്യൽ മീഡിയയിലേക്ക് ഞാൻ വരുന്നില്ല. സംഭവിച്ചത് സംഭവിച്ചു. ഞാൻ തിരിച്ചു വരും. ഇതൊന്നും ഒരു അവസാനമല്ല. അടുത്ത ഓപ്ഷൻ എടുക്കുക, അതുമായി മുന്നോട്ട് പോവുക. ഇതാണ് അഖിൽ എന്നോട് പറഞ്ഞത്. പറയുമ്പോൾ ചിലർക്ക് ഫീൽ ആകും ഈ കുട്ടിയുടെ താല്പര്യമാണ് ആരുടെ ഒപ്പം പോവുക എന്നത്. ആ കുട്ടിക്ക് ബസ് കണ്ടക്ടറാണ് ഇഷ്ടപ്പെട്ടതിന്റെ അയാളുടെ പ്രൊഫഷൻ വെച്ച് അയാളെ തള്ളി പറയേണ്ട കാര്യമില്ല. അയാളുടെ ഫോട്ടോയും പുറത്തു വന്നിട്ടുണ്ട്. ഇത് അഖിൽ എൻ.ആർ.ഡിയുടെ ഭാര്യയാണോ എന്നത് അയാൾക്ക് അറിയാമോ എന്ന് പോലും നമുക്കറിയില്ല. ഈ പറഞ്ഞ അവർ കുറെ ആൾക്കാരെ വിളിച്ചു. സോഷ്യൽ മീഡിയയിലുള്ള അന്ന് കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. ഉം. വളരെ കുറച്ച് ആൾക്കാരെ വീഡിയോസ് ഒക്കെ എന്തെങ്കിലും ചെയ്യുന്നുള്ളൂ. ആ. കുറെ ആൾക്കാരോട് നോക്കി വിളിച്ചു. ഉം. അപ്പൊ അതിലൊരാള് ഞാനായിരുന്നു. ഒരുപക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പം കിട്ടാം. ഉം. ചിലപ്പോൾ കിട്ടാൻ ചാൻസും ഉണ്ട്. പക്ഷെ എനിക്കന്ന് ഭയങ്കര അത് കഴിഞ്ഞിട്ട് ഭയങ്കര ഇതായിപ്പോയി. കാരണം ഒരുപക്ഷെ ഞാൻ പോയിരുന്നു. കുറച്ചുകൂടെ ഒന്ന് അവിടെ പോയി ചെയ്യാൻ നോക്കിയിരുന്നെങ്കിൽ കിട്ടിയേനെ. ആവേശം തിയേറ്ററിൽ വന്നപ്പോ നമുക്കെല്ലാവർക്കും വലിയൊരു ആവേശം തന്നെയായിരുന്നു ഉം, അല്ലേ? ഉം. അപ്പൊ അത് മിസ് ചെയ്തായിട്ട് തോന്നിയില്ലേ? തോന്നി. ഞാൻ അതിന് പോകണമായിരുന്നു അതിന് എന്ന് ശേഷമാണ് തോന്നി. എല്ലാവർക്കും മെസ്സേജ് തുടങ്ങി. എനിക്ക് സിനിമയുടെ ആഗ്രഹം വീണ്ടും വന്നത്. വീണ്ടും വന്നു. ഇനി ഒരു ചാൻസ് പോലും മിസ് ചെയ്യരുത് എന്ന് മനസ്സിൽ അന്ന് എഴുതി വെച്ചു അല്ലേ? പിന്നീട് അപ്പൊ ആശകളായിരത്തിലേക്ക് എങ്ങനെ എത്തി? ആശകളായിരത്തി ഇതുപോലെ ഇതിന് ശേഷമാണല്ലോ ഞാൻ എല്ലാവർക്കും മെസ്സേജ് തുടങ്ങി. ഓക്കെ. ഇതുപോലെ ഇതുപോലെ സ്ക്രിപ്റ്റിന്റെ പരിപാടി തുടങ്ങി. സ്ക്രിപ്റ്റ് കഥകൾ നോക്കിയിട്ടേ ഉം. എഴുതിയിട്ട് കുറെ ആൾക്കാരൊക്കെ പറയാം. അപ്പോൾ കുറച്ച് ബന്ധങ്ങളൊക്കെ ആവുമല്ലോ. ഉം. അങ്ങനെ ജൂഡേട്ടനെയൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജൂഡേട്ടനൊക്കെ നല്ല പെട്ടെന്ന് ഉം. റിപ്ലൈ തരികയും ഈ പറഞ്ഞ തൊട്ട് വാട്സാപ്പ് മെസ്സേജ് ഒക്കെ ചെയ്തു. ഉം. അങ്ങനെ ജൂഡേട്ടനാണ് ഈ പറഞ്ഞിട്ട് ആശകളായിരത്തിലേക്ക് വിളിച്ചത്. ഉം. പെട്ടെന്ന് അൺഎക്സ്പെക്ടഡ് വിളിച്ചിട്ട് ഇതുപോലെ അതിലൊരു റോൾ ഉണ്ട് വന്ന് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞെട്ടിപ്പോയി ഇതുപോലെ. കുറെ ആൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് ആഗ്രഹം കിടക്കുവാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു ആ ചേട്ടാ ചെയ്യാം. ആ. അവിടെ പോയിരുന്നപ്പോൾ ഞാൻ തന്നെ പറഞ്ഞ ഇതുപോലെ എന്നെ കൊണ്ട് എത്ര മാത്രം പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഉം. നോക്കാം, എനിക്ക് അതേ ഉള്ളൂ, വലിയ പ്രതീക്ഷ വെക്കല്ലേ എന്നൊക്കെ പറഞ്ഞാണ് ആദ്യം അവിടെ ചെന്നപ്പോൾ തന്നെ പറഞ്ഞത്. ഉം. കുഴപ്പമില്ല, നമുക്ക് നോക്കാം, റെഡിയാവുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്തു. മെർച്ചന്റ് നേവി പോലെ നല്ലൊരു പ്രൊഫഷൻ ജോലി ഉണ്ടായിരുന്ന, സ്ഥിരം കറക്റ്റായിട്ട് നല്ലൊരു ഇൻകം വരുന്ന ഒരു ജോലി ഉണ്ടായിരുന്ന ഒരു വ്യക്തി വേറെ ഇതിനോടുള്ള ഒരു പാഷൻ കാരണം അത് വേണ്ടെന്ന് വെച്ചു.
അല്ലേ? ഉം. എന്നിട്ടൊരു റിസ്ക് എടുത്തു ലൈഫിൽ ഉം. വെരി ഏർലി ഏജിൽ തന്നെ. ഉം. ഇന്നിപ്പോ ആ ഒരു എടുത്ത തീരുമാനത്തിൽ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കാണ്. ഉം. നല്ലൊരു വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഉം. ഒരുപക്ഷേ മെർച്ചന്റ് നേവിയിൽ കിട്ടിയതിനേക്കാളും ഇപ്പൊ ഉണ്ടാക്കുന്നുണ്ടാവും. അത് ഡിപ്പെൻഡ് അപ്പോൺ പൊസിഷനാണ്. ഉം. അവിടൊക്കെന്ന് പറയുമ്പോൾ യാ വല്ല ഓരോ ക്യാപ്റ്റനൊക്കെ പറയുമ്പോൾ അതെ. ക്യാപ്റ്റനൊക്കെ ആണെങ്കിൽ 40 വയസ്സ് മണ്ടൊക്കെ ആവും. ഉം. ക്യാപ്റ്റനൊക്കെ ആണെങ്കിൽ 16,00,000 ഉം. 20,00,000 രൂപയൊക്കെ സാലറി വാങ്ങുന്ന ക്യാപ്റ്റന്മാരൊക്കെ ഉണ്ട് ഉം. പല കമ്പനീസിലും. അതെ. അപ്പോൾ ഇതുപോലെ അത്രയൊക്കെ ചിലപ്പോൾ അച്ചീവ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെങ്കിലും ഈ പറഞ്ഞ കൂട്ട് നമ്മുടെ കാര്യം നടന്നു പോകാനും ഉം. നല്ല രീതിയിൽ തന്നെ ജീവിക്കാനുള്ള സംഭവം എന്തായാലും കിട്ടുന്നുണ്ട്. എന്തായാലും വളരെ യങ് ഏജിൽ തന്നെ വേറെ ഈ പൈസ ഉണ്ടാക്കുന്നു. ഫൈനാൻസ് കാര്യങ്ങളെല്ലാം. പിന്നെ അച്ഛന്റെ ബിസിനസ്സിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടോ? അച്ഛൻ ചെറിയൊരു ബിസിനസ് നടത്തുന്ന ഒരു അതെ. പ്ലംബിംഗ് ഇലക്ട്രിക് ഷോപ്പാണ്. അതെ. ഞാൻ നേരത്തെയൊക്കെ പോയിരിക്കുന്നു അവിടെ. കടയിൽ പോയിരുന്നു. പോയിരുന്നിട്ടുണ്ടോ? പിന്നെ ഒരുപാട് ആണോ? ഒരുപാട് നാൾ ഇരുന്നിട്ടുണ്ട്. അച്ഛന്റെ ആ ഒരു മണി മാനേജ്മെന്റ് ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ. ഈ അല്ലേ? പറഞ്ഞ ഷോപ്പ് തുടങ്ങുമ്പോൾ തന്നെ ഞാനും അച്ഛനും എല്ലാം കൂടെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഫുൾ ടൈം ഞാൻ ഉണ്ടായിരുന്നു അവിടെ. ഉം. അപ്പോൾ അതെല്ലാം തന്നെ ഏകദേശം എനിക്ക് കണ്ടിട്ടുണ്ട്. ഏകദേശം കുറേ ചെയ്തത് ഞാൻ തന്നെയാണ്. ഓ. ഓക്കെ. അപ്പൊ അതറിയാം. അറിയാം. അപ്പൊ എങ്ങനെയാണ് അഖിലിന്റെ ഒരു ഫൈനാൻഷ്യൽ ഒരു മാനേജ്മെന്റ് എങ്ങനെയാണ്? ഇല്ല. ഇപ്പോ യൂട്യൂബിലൂടെ തന്നെയാണേലും നല്ലൊരു ഇൻകം വരുന്നുണ്ട്. ഉം. അപ്പം അതെങ്ങനെയാ ഒരു യങ്സ്റ്റേഴ്സിന് ഒരു അഡ്വൈസ് കൊടുക്കാന്നുള്ള ആണെങ്കിൽ എങ്ങനെയാ അത് അല്ല, എനിക്കത് അഖിലിന് പറയാൻ പറയാൻ വെച്ചപ്പോൾ ഈ പറ്റുക? സോഷ്യൽ മീഡിയയിലേ ഉം. വരുന്ന പലരും ഇതുപോലെ ഒന്ന് റീച്ച് ആയി കഴിയുമ്പോൾ ഇവരെ യൂസ് ചെയ്യാൻ വേണ്ടി പല ആൾക്കാരും വരും. ഉം. ലൈക്ക് ഇപ്പം ട്രാവൽ ആണെങ്കിൽ പോലും ആ, പല സ്ഥലത്തുനിന്ന് ആൾക്കാർ വരും. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ അവർക്കൊരു അവരിപ്പോൾ ഇൻ റിട്ടേൺ ആയിട്ട് ഒരു കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇവരുടെ കുറേ ട്രാവൽ പല സ്ഥലങ്ങളോട് സഞ്ചരിക്കുക അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു ഓഫർ ചെയ്യുന്നത്. പക്ഷേ ഇവരാണെങ്കിൽ ചില ആൾക്കാരാണെങ്കിൽ ഇതെല്ലാം മറന്ന് ഇങ്ങനെ ആസ്വദിച്ചങ്ങ് പോകും ചിലപ്പോൾ. ഉം. അവർക്ക് ചിലപ്പോൾ അവിടുന്ന് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ കുറേ കാര്യങ്ങൾ ചെയ്ത് വിജയിക്കാൻ പറ്റുന്നൊരു സ്റ്റേറ്റിലായിരിക്കും. പക്ഷെ അവരാണെങ്കിൽ ഈ പറഞ്ഞ വേറെ പല കാര്യങ്ങൾ കിട്ടുമ്പോൾ അത് മാറ്റി വെച്ചിട്ട് സോഷ്യൽ മീഡിയ മാറ്റി വെച്ചിട്ട് അതിൻ്റെ പുറകെ അങ്ങ് പോകും. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ തൊട്ട് അതും ഇല്ലാതാവും ഇതും ഇല്ല. കാരണം ഇവർ ഈ റീച്ച് ഉണ്ടായിരിക്കും വന്നിരിക്കുന്നത്. റീച്ച് കുറയുമ്പോൾ ഇവരും കാണത്തില്ല. അതുകൊണ്ട് പ്രൈമറി ഫോക്കസ് നിങ്ങൾ ഈ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ടന്റ് അല്ലെങ്കിൽ ഇതിലും മെയിൻ ഫോക്കസ് കൊടുക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ പറഞ്ഞ ചില ആൾക്കാർ സിനിമയിൽ എന്ന് പറഞ്ഞ് സിനിമയാണ് ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ ആദ്യമേ നിൽക്കും. എന്നിട്ട് സോഷ്യൽ മീഡിയ വന്നിട്ട് വീഡിയോ ഒക്കെ ചെയ്യും. ഉം. എന്നിട്ട് സിനിമയുടെ കാര്യത്തിന് വേണ്ടി മാത്രം അങ്ങ് മാറിയിരിക്കും. സോഷ്യൽ മീഡിയ മാറ്റി വെക്കും. ഉം. പക്ഷെ അത് ഭയങ്കര റിസ്ക് ആണ്. കാരണം സിനിമ ഈ പറഞ്ഞ തൊട്ട് അതെ. എത്ര നാൾ സോഷ്യൽ മീഡിയ അതുപോലെ തന്നെയാണ്. പക്ഷേ ആ. എങ്കിൽ പോലും അവിടെ കുറച്ചുകൂടെ പ്രഡിക്റ്റബിലിറ്റി കൂടുതലുണ്ട്. ഉം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൂടുതലുണ്ട്. പക്ഷേ സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അതെ. പ്രഡിക്റ്റബിലിറ്റി അല്ലെങ്കിൽ പ്രോബിലിറ്റി ഭയങ്കര കുറവാണ്. ഉം. അപ്പം നമ്മുടെ പ്രോബിലിറ്റി നമ്മൾ നിൽക്കുക എന്നുള്ളതാണ് മെയിൻ സംഭവം. മെയിൻ സംഭവം. അതേപോലെ തന്നെ ഈ പൈസ എങ്ങനെ മാനേജ് ചെയ്യണത്? അത് പ്രോപ്പറായിട്ട് സേവിങ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടോ? അത്യാവശ്യം സേവിങ്സും കാര്യങ്ങളൊക്കെ നോക്കി തന്നെ. ഉണ്ട്. ഇപ്പം എനിക്കിവിടെ ചിലവുകളുണ്ട്. കാരണം 7 പേര് കൂടെ വീഡിയോ ആ. ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെയ്യാനായിട്ടും ഒക്കെ. അങ്ങനെ കുറേ കാര്യങ്ങൾ എക്സ്പെൻസുകൾ ഉം. കൂടുതലാണ്. പക്ഷെ എന്നാലും അത്യാവശ്യം സേവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഞാനീ പറഞ്ഞ അധികം യാത്രകളൊന്നും പോകാത്തതുകൊണ്ട് അത്യാവശ്യം പൈസയൊക്കെ സേവ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം സേവ് ആവുന്നുണ്ട്. ഓക്കെ. ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെയൊക്കെ പോകുന്ന ഈ ഒരു ലൈഫില് അല്ലെങ്കിൽ ചില സമയത്ത് അഖിലിന് തന്നെയും ഒരു ഒരു എന്താ പറയാ, ഒന്ന് ബോറടിക്കണമെന്നോ അല്ലെങ്കിൽ ഒന്ന് ഡെസ്പായിട്ടിരിക്കണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ എങ്ങനെയാ അതിനെ ഒന്ന് കാരണം യാത്ര അധികം ചെയ്യാറുമില്ല എന്ന് ഉം. പറഞ്ഞു. ഉം. അപ്പൊ എങ്ങനെയാണ് അതിനെ ഒന്ന് ഓവർകം ചെയ്യുന്നത്? എന്ത് ചെയ്യും? ഞാൻ ഈ ഇടയ്ക്ക് ചെയ്യുന്നത് ഞാൻ പോയി സിനിമയും കാണും. ഉം. സിനിമ കണ്ട് 2 മണിക്കൂർ കൊണ്ട് ഏതെങ്കിലും നല്ല സിനിമ കാണും. കണ്ടു കഴിയുമ്പോൾ പിന്നെ മൈൻഡ് കൂളാവും. ഓക്കെ. ഇപ്പൊ സിനിമയാണ് ഏകദേശം ഒരു ഹോബി ആയിട്ട് കാണുന്നത്. ഇപ്പം ആ. കാരണം ഈ ഒരു ആഗ്രഹം വന്നതിന് ശേഷം ഉം. അപ്പം സിനിമയിലൂടെ എനിക്കൊരു റിലീഫ് കിട്ടുന്നുണ്ട്. ഉം. അങ്ങനെയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ടർ ആരാ? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും ഇഷ്ടമാണ്. ഫഹദ് ഫാസിലിനെ ഭയങ്കര ഇഷ്ടമാണ്.